അവിടെ ജീവിതങ്ങൾ അനുഭവിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അങ്ങ് വെളിപ്പെടണമേ, ദേശത്തോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അനേക ഹൃദയങ്ങൾ, അനേക വ്യക്തിജീവിതങ്ങൾ, അനേക കുടുംബങ്ങൾ ആമേ വേദനിക്കുമ്പോൾ, തലമുറയെ ചൊല്ലി കരയുമ്പോൾ, അവിടേതായ അനുസരണമില്ലാത്ത പോക്ക്, വഴി തെറ്റിപ്പോകുന്ന വഴികൾ, അവർ പോകുന്ന വഴികളിലൊക്കെ അവരെ തകർക്കുവാൻ പതിയിരിക്കുന്ന ലോകത്തിന്റെ ശക്തികൾ, ലോകത്തിന്റെ മോഹങ്ങളിൽ അവരെ പിടിച്ചു കുടുക്കി മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി ഓരോ ദേശത്തിൽ യവനക്കാർ താഴ്ന്നുകൊണ്ടിരിക്കുമ്പോൾ, ദൈവമായ കർത്താവെ, താഴ്ന്നുകൊണ്ടിരിക്കുന്ന യുവതലമുറകളെ രക്ഷിപ്പാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് അവരുടെ ഹൃദയങ്ങളെ അങ്ങ് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നിന്റെ പരിശുദ്ധാത്മാവിനല്ലാതെ, നിന്റെ വചനത്തിൽ കൂടെ അല്ലാതെ, നിന്റെ സ്നേഹത്തിൽ കൂടെ അല്ലാതെ ഈ ജനത്തിന് മുന്നോട്ട് കടന്നു പോകാൻ കഴിയയില്ല. ക്രിസ്തുവിന്റെ സ്നേഹം അവരുടെ ജീവിതത്തിൽ മാടി വിളിക്കുമ്പോൾ ആ സ്നേഹത്തിൽ കടന്നു വരുവാൻ കഴിയാതെ ഇരുളിന്റെ മണ്ഡലങ്ങൾ, ഈ ദേശത്തിന്റെ അധിപതിയായ ശക്തികള് അതേ തലമുറകളെ നശിപ്പിക്കുവാൻ അവരെ താഴ്ത്തുകൊണ്ടിരിക്കുമ്പോൾ, ഇരുളിന്റെ മണ്ഡലം മനുഷ്യരാശികളെ പിടിച്ചടക്കി ക്രിസ്തുവിന്റെ വെളിച്ചത്തിൽ നിന്ന് അന്യദാനപ്പെട്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, സ്വർഗത്തിലെ ദൈവമേ, അവേ യവനക്കാർ ജനം നശിച്ചു പോകാതെ നിന്റെ രക്ഷയിൽ കടന്നു വരുവാൻ ഈ നാളുകൾ ദൈവത്തിന്റെ ആത്മാവ് യവനക്കാരോട്, അവേ മാനവരാശികളോട്, അവേ പാപത്തിലോടുന്ന ജീവിതങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് അങ്ങ് സംസാരിക്കണമേ. ഇത് അന്ത്യകാല സമയമാണ്, ഇത് ദുർഘട സമയം. ധനമോഹികൾ, വൻപ് പറയുന്നവർ, വീരം പ്രവർത്തിക്കുന്നവർ, ആർക്കും കീഴ്പ്പെടാത്ത ഉഗ്രന്മാരും വീരന്മാരും ഭരണാധികാരികൾക്ക് നേരെ വിരൽ തൂങ്ങുന്നവരുമായി, അവരോട് കുർത്തിക്കുന്നവരുമായി അനുസരണം കെട്ടോര് തലമുറയാൽ ലോകത്തിൽ മാറിക്കൊണ്ടിരിക്കുമ്പോൾ, പിന്നിൽ ദൈവമേ അവിടെ നിന്ന് വിടുവിപ്പാൻ സ്വർഗത്തിലെ ദൈവമായ കർത്താവിന്റെ സ്നേഹമല്ലാതെ, നിന്റെ വചനമല്ലാതെ, നിന്റെ രക്ഷയല്ലാതെ, നിന്റെ സമാധാനമല്ലാതെ മറ്റൊരിലും അവന് രക്ഷയില്ല. ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ പരപ്പിൽ മാനവരാശികളെ രക്ഷിക്കാൻ ക്രിസ്തുയേശു ഭൂമിയിൽ അവേ മനുഷ്യന് വേണ്ടി ജീവൻ കൊടുത്ത ആ ജീവന്റെ വില അവേ മനുഷ്യൻ അത് ജീവിതത്തെ ഏറ്റെടുത്ത് അതിന്റെ നന്മ പ്രാപിക്കുവാൻ അവരുടെ ജീവിതങ്ങളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ കൃപ ജനത്തിന്മേൽ പകരട്ടെ, ജീവിതങ്ങൾ ഉണരട്ടെ, മായയായുള്ള ലോകത്തിൽ നശിച്ചു പോകാതെ ആമേ ക്രിസ്തുയേശുവിൽ ആശ്രയിപ്പാൻ ജനത്തിന്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തണമേ. സ്വരൂപം ഞാൻ വിളിച്ചു പറയുന്നു, ഇത് മായ മായ. ലോകത്തെ രണ്ടക്ഷരത്തിൽ അവൻ ഒളിച്ചു വച്ചിരിക്കുമ്പോൾ ആമേൻ മായയായിരുന്ന ഈ ലോകത്തിൽ ആമേൻ യവനക്കാർ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മായയെന്ന് വിളിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് ജീവിതങ്ങളുടെ മേൽ അങ്ങ് വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈ ദേശത്തെ ആമേ ദൈവത്തിന്റെ സമാധാനം കൊണ്ട് നിറച്ച ഈ ദേശത്തിൽ പാർക്കുന്ന ജീവിതങ്ങൾ, അവിടെ തലമുറകൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ, മാതാപിതാക്കന്മാർ അതിനായി ഒരുങ്ങപ്പെടുവാൻ, അവരുടേതായ കഷ്ടത്തിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവസനെ കരയുന്നവരും പ്രാർത്ഥിക്കുന്നവരുമായി തീരുവാൻ, മാതാപിതാക്കളിൽ കൂടെ തലമുറകളെ ദൈവവചനത്തിൽ കൂടെ വാർത്തെടുത്ത് അവരുടെ നിത്യജീവനിൽ കടന്നു വരുവാൻ ദൈവത്തിന്റെ പ്രവൃത്തി ദേശത്തിലെ ഓരോ ഹൃദയങ്ങളോട് ദൈവാത്മാവ് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ലോകത്തിന് സ്വസ്ഥതയില്ലാതെ അവൻ നട്ടോട്ട് ഓടുമ്പോൾ അധികാരികൾ പറയുന്നു സമാധാനം സമാധാനം സമാധാനമെന്ന് അധികാരം വിളിച്ചു പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവേദന വരുന്നത് പോലെ ലോകത്തിൽ കണി സംഭവിക്കുന്നു. അതിൽ നിന്ന് വിടിവിപ്പാൻ ആർക്കും കഴിയുന്നതുമില്ല. ആമേ സ്തോത്രം. ഇതിന്റെ മണ്ഡലം ജീവിതത്തെ പിടിച്ചടക്കി ആമേ കേരളത്തിന്റെ മേൽ അനുഭവിക്കുന്ന ആമേ മയക്കുമരുന്നിന്റെ ഒഴുക്കിൽ അനേക യവനക്കാർ നശിച്ചു കൊണ്ടിരിക്കുന്നു. യേശുവേ, പത്രവാർത്തകൾ മാധ്യമങ്ങളിൽ കൂടെ നിരന്തരം കേൾക്കുന്ന കൊലപാതകങ്ങളും മദ്യത്തിന്റെയും മയക്കുമരുന്ന് അടിമയിൽ ആമയായി പോകുന്നത് പ്രായമായവരല്ല, അനേക
കുഞ്ഞുകുട്ടികൾ കുഞ്ഞു തലമുറകൾ നശിച്ചുകൊണ്ടേയിരിക്കുന്നു. അവരെ അതൊന്ന് പിടിപ്പിക്കാൻ ദൈവത്തിൽ ആശ്രയിച്ച ദൈവത്തിന് കരയുകയും ദൈവത്തിന് നിലവേർപ്പെടുകയും തന്റെ തലമുറ രക്ഷിക്കാൻ ആർക്കുമില്ല ദൈവത്തിന് ഉയരമെങ്കിൽ തലമുറകളെ ദൈവത്തിലേക്ക് ഒരുക്കുകയും പാപത്തിന്റെ വഴിയിൽ നിന്ന് വീണ്ടെടുക്കാൻ കഴിയും. ഹല്ലേലൂയ. കഴിഞ്ഞുപോയ ഒരു ടിവിയും വാർത്തയിൽ കേട്ടത് 12 വയസ്സായ ഒരു കുഞ്ഞ് അർദ്ധരാത്രി അമ്മയും അപ്പനും ഉറങ്ങുന്ന സമയം അവൻ ഭവനം വിട്ടിറങ്ങി. അവൻ 30 കിലോമീറ്റർ സഞ്ചരിച്ച് അവൻ മയക്കുമരുന്ന് അനുഭവിച്ച് അതിനടിമയായി അത് കൊണ്ടുവന്ന് അവന്റെ സഹോദരിയുടെ മേലും അവനത് കൊടുക്കുവാനിടയായി. പ്രിയമുള്ളവരെ, തലമുറയുടെ പോക്ക് അവിടുത്തെ ജീവിതം എന്താ തീരുമെന്ന് ഒരു മനുഷ്യനും നാളുകള് അറിയുവാൻ കഴിയാതെ വണ്ണം തലമുറകൾ തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ തെറ്റിപ്പോകുന്ന ജനത്തെ വീണ്ടെടുക്കുവാൻ നാം ദൈവസനയിൽ ഏറ്റവും അധികമായി കരയേണ്ടത് ആവശ്യമുണ്ട്. ഒരു കാലഘട്ടത്ത് പാപത്തിന്റെ അടിമത്തിലായിരുന്ന ഞങ്ങളെ വീണ്ടെടുത്ത ക്രിസ്തുയേശുവിന്റെ സ്നേഹത്തെ ആ സന്തോഷത്തെ ഞങ്ങൾ മറച്ചു വെക്കാതെ ഞങ്ങൾ പല ദേശങ്ങൾ കടന്നുപോയി നശിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിലെ രക്ഷിക്കാൻ ക്രിസ്തുയേശുവിന്റെ സമാധാനം ഞങ്ങൾ വിളിച്ചു പറയുമ്പോൾ പ്രിയമുള്ളവരെ, ഞങ്ങള് ഇത് മറ്റുടെയും വില കൂടിയല്ല. ആമേൻ. ഞങ്ങൾ സ്വന്തം കരത്താൻ ഞങ്ങൾ ദൈവസനിൽ വന്ന് ദൈവത്തിന്റെ വചനം ദേശങ്ങൾ വിളിച്ചറിയിക്കുന്നത് ദേശത്തിന്റെ മേൽ ജനം നശിച്ചു പോകാതെ ക്രിസ്തുവിൽ ആശ്രയിച്ച ഒരു നിത്യജീവങ്ങളെ കടന്നു വരുവാൻ നിങ്ങളോട് ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. ആമേൻ. ഇതൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ക്രിസ്തുയേശുവിന്റെ വരവിനെ കുറിച്ച് വെളിപ്പെടുത്തുന്നു. വെളിപ്പാട് പുസ്തകം 20-ാം പുസ്തകവാക്യത്തിൽ നിന്ന് വായിക്കുമ്പോൾ അവിടെ ഒരു ന്യായവിധിയെ കുറിച്ച് കാണുവാനിടയാകുന്നു. കർത്താവ് സകല ജനത്തെയും ന്യായം വിധിക്കേണ്ട ഒരു നാളുകൾ അടുത്ത് വന്നിരിക്കുന്നു. ആമേൻ, സ്തോത്രമല്ലേലൂയ. 50-ാം സങ്കീർത്തനം അതിന്റെ 4-ാം വാക്യം വായിക്കുന്നു. ആമേൻ. യാഗം കഴിച്ച് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂടുവിൻ. യാഗം എന്നത് ക്രിസ്തുവിന്റെ ആത്മാവിന ദൈവത്തിനെത്താൻ ദൈവത്താരാധിച്ച ദൈവത്തിന് കാത്തു സൂക്ഷിക്കപ്പെട്ട ജനം ക്രിസ്തുവിൽ ആശ്രയിക്കുന്നവനെ അവൻ ന്യായയുടെ നടുവില് നിന്ന് വിളിച്ച് അവന് വേർതിരിച്ച് അവന് രക്ഷയുടെ സന്തോഷവും നിത്യജീവൻ കൊടുക്കുവാൻ ഒരു നാൾ നമ്മെ ന്യായം വിധിക്കുവാൻ ക്രിസ്തുയേശു ന്യായാസനത്തിൽ ഇരിക്കേണ്ട നാടുകൾ ഏറ്റവും ആസന്നമായിരിക്കുന്നു. ലോകരാഷ്ട്രത്തെ നോക്കുമ്പോൾ രാജ്യങ്ങൾക്ക് സ്വസ്ഥതയില്ല, അവർക്ക് സമാധാനമില്ല. ഭരണകൂടങ്ങൾക്ക് എങ്ങനെ മുന്നോട്ട് കടന്നു പോകണമെന്ന് അറിയാതെ വണ്ണം യുദ്ധങ്ങൾ കൊണ്ട് നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഭൂകമ്പങ്ങൾ കൊണ്ട് നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. ക്ഷാമത്തിന്റെ ആരംഭം മനുഷ്യന്റെ ജീവിതത്തിൽ അതേ കയറി വരുന്നതായ കാലഘട്ടത്തിലായിരിക്കുന്നു. ഈ കാലഘട്ടം വല്ലാത്തൊരു കാലഘട്ടം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ലോകത്തിൽ അവസാനത്തെ യുഗത്തിൽ ജീവിക്കുന്ന നാം ഇനിയൊരു യുഗമില്ല. ഇനിയൊരു മനുഷ്യ ജീവിതങ്ങൾക്ക് ഇവിടെ പാർക്കുവാൻ കഴിയാതെ വണ്ണം ലോകം മൊത്തം നശിക്കുവാൻ തക്കവണ്ണം ലോകരാഷ്ട്രങ്ങൾ ലോകത്തെ 7 പ്രാവശ്യം ചുട്ടടിച്ചാലും തീരാത്ത യുദ്ധ സാമഗ്രികൾ ഭൂലോകത്തില് സകല രാഷ്ട്രങ്ങളും ആയുധങ്ങൾ ഉണ്ടാക്കി വെച്ച് അതിനുവേണ്ടി കോടാനുകോടികൾ ലോകരാഷ്ട്രം മുടക്കി അവർ യുദ്ധത്തിന് ഒരുങ്ങിയിരിക്കുന്നു. ഒരു 2ാം ലോകമഹായുദ്ധത്തിന്റെ സുരത് ഭൂലോകത്തെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്ത് നാം ജീവിക്കുന്നു എന്ന് നാം ഓർത്തു നോക്കണം. പ്രിയരെ, ഭൂമിയിൽ ജനിക്കപ്പെട്ട ഒരു മനുഷ്യനും മരിക്കാതിരിക്കുകയില്ല. സകല മനുഷ്യനും മരണമുണ്ട്. അവൻ മരിച്ചേ മതിയാവും. പക്ഷേ മരണാനന്തര ജീവിതം നീ എവിടെ കഴിക്കും എന്നതാണ് ജീവിതത്തിലെ വിഷയം. പ്രിയമുള്ളവരെ, മരണത്തിന് ശേഷമാണ് നമ്മുടെ ഈ ലോകത്തിന്റെ ജഡത്തിന്റെ മരണത്തിന് ശേഷം ജീവിതം ആരംഭിക്കുവാൻ പോകുന്നു. പ്രിയമുള്ളവരെ, ഒന്നിനി നരകത്തിൽ പോകണം, അല്ലെങ്കിൽ നീ നിത്യമായ സ്വർഗത്തിൽ പോകണം. ഒരു ന്യായവിധിയുടെ കാലം അടുത്തിരിക്കുന്നല്ലോ. ആ ന്യായവിധി കുടുങ്ങി നീ നശിച്ചു പോകാതെ പുത്രനിൽ ആശ്രയിച്ചാൽ നിനക്കെന്നേറ്റവും ഒരു നിത്യജീവനുണ്ട്. അല്ലെങ്കിൽ ഇതാ കെടാത്ത തീയും ചാകാത്ത പുഴുകുമുള്ള നരകത്തിൽ വീണ നീ നശിച്ചു പോകുന്നിടയാകും. നാശത്തിൽ വീഴാതെ വണ്ണം ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ രക്ഷ പ്രാപിപ്പാൻ നമുക്ക് സമയമുണ്ട്. ദൈവം തന്നിരിക്കുന്ന ജീവശ്വാസം നമ്മളിൽ നിന്ന് പൊട്ടിപ്പോയാൽ പിന്നെ നമുക്കൊരു മനസാന്തരമില്ല.
സൗഖ്യമില്ല, ഒരു രക്ഷയില്ല, ഒരു വിടുതലില്ല. ഇതെല്ലാം പ്രാപിക്കേണ്ട സമയം ഈ ഭൂലോകത്ത് ക്രിസ്തു നമുക്ക് ജീവൻ തന്നിരിക്കുന്ന കാലഘട്ടത്ത് ഇത് നേടിയെങ്കിൽ മാത്രമേ നമുക്ക് നിത്യരാജ്യത്തിൽ കടക്കുവാൻ കഴിയുകയുള്ളൂ. പ്രിയമുള്ളവരെ, അത് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പ് രക്ഷ പ്രാപിപ്പാൻ നാം ഒരുങ്ങേണ്ടത് ആവശ്യമായിരിക്കുന്നു. അവയെ നാം ഓരോ ദിവസവും ഓരോ മേഖലകളെ ചെയ്ത് അധ്വാനിക്കുന്നു. അതേ കഷ്ടത അനുഭവിക്കുന്നു. കഷ്ടതയുടെ നടുവിൽ അധ്വാനിച്ച് വൈകുന്നേരം ശമ്പളം കിട്ടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ആശ്വാസമുണ്ടാകുന്നു, ഒരു സന്തോഷമുണ്ടാകുന്നു. ഈ കാലഘട്ടത്തിൽ അധ്വാനിച്ചതിന്റെ പ്രതിഫലം തന്നു എനിക്കും എന്റെ കുടുംബത്തിനും അനുഗ്രഹമാക്കി തന്നു എന്ന് നാം സന്തോഷിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തെ പുലർത്തുന്നു, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നു, അവരെ വളർത്തുന്നു, അവർക്ക് വേണ്ടി ചില സമ്പത്തുകളെ നാം സൂക്ഷിച്ചു വെക്കുന്നു. പ്രിയമുള്ളവരെ, നാം സൂക്ഷിച്ചു വെക്കുന്ന സമ്പത്ത് ഈ ലോകത്തിൽ നമ്മുടെ മരണത്തിന് ശേഷം നമുക്ക് അനുഭവിക്കാൻ കഴിയുകയില്ല. അത് നമ്മളെ വിട്ടുപോകുന്നു. നാം പിന്നെ എവിടേക്ക് പോകുന്നു എന്ന് നാം ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ നിത്യയെ പ്രാപിപ്പാൻ തക്കവണ്ണം അതിനുവേണ്ടി നാം സമ്പാദിക്കുകയും ഒരുക്കുകയും ഉണരുകയും അതിനായിട്ട് മുന്നോട്ട് കടന്നു വന്ന അതേ ആരിൽ കൂടെയാണ് ഈ രക്ഷ പ്രാപിപ്പാൻ മരണത്തിന് വിടുവിപ്പാൻ ആരിൽ കൂടെ കഴിയുമെന്ന് നാം ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ മനസ്സിലാക്കുകയും പഠിക്കുകയും അതനുസരിക്കുകയും അപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രിസ്തുവിൽ ആശ്രയിച്ച് കടിച്ചു കൂട്ടുകയും ചെയ്താൽ നമുക്കൊരു നിത്യജീവനുണ്ട്. ഈ സമയം ആമേ സ്തോത്രം. അതിനായിട്ട് ഈ ദേശത്തിൽ പാർക്കുന്ന സകല മനുഷ്യരെ ക്രിസ്തു ആശ്രയിപ്പാൻ ഞങ്ങൾ നിങ്ങൾ ആഹ്വാനം ചെയ്യുന്ന പ്രിയവരെ, ഞങ്ങൾക്ക് ആമേ നിങ്ങളെ വിളിച്ചു പറയുവാൻ, ഞങ്ങൾക്ക് പറയാതിരിപ്പാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല. എന്തെന്ന് വെച്ചാൽ പാപത്തിന്റെ മായ ഞങ്ങളെ കടന്നു പിടിച്ചു. മദ്യം, മയക്കുമരുന്ന്, ഈ ലോകത്തിന്റെ മോഹം, ഈ ലോകത്തിന്റെ ഭാവം, ഈ ലോകത്തിന്റെ മണ്ഡലത്തിൽ ഇഴിവിച്ചേർന്ന് ആർക്കും കൊണ്ടുവരുതാത്തവരാൽ, ആരും സ്നേഹമില്ലാത്തവരാൽ, ആരും സഹകരണമില്ലാത്തവരാൽ, ഭവനത്തിനും വീട്ടുകാർക്കും കൊള്ളാത്തവരാൽ ജീവിച്ച ഞങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ സ്നേഹത്തെ ഞങ്ങളെടുത്ത് തേടി വന്നു. ഞങ്ങൾ അവന്റെ അടുക്കൽ കടന്നുപോയതല്ല, അവൻ ഞങ്ങൾക്ക് കടന്നു വന്നു. അവൻ ഞങ്ങളെ വിളിച്ചു. ആ വിളിച്ചോടൊന്നും ഞങ്ങൾ അവന്റെ ഏൽപ്പിക്കപ്പെട്ടപ്പോൾ അവന്റെ ആത്മാവ് ഞങ്ങളിൽ വന്നിട്ട് ഞങ്ങൾ നടക്കേണ്ട വിധങ്ങളിൽ അവൻ ഞങ്ങളെ വചനത്തിലൂടെ പഠിപ്പിനിടയായി. പാപത്തെ വെറുത്തും ലോകത്തെ ഉപേക്ഷിച്ചും ക്രിസ്തുവിന്റെ സ്വപറ്റിയിരുന്നു കൊണ്ട് ദൈവത്തിന്റെ വചനം വായിപ്പാനും ചിന്തിപ്പാനും അനുഗ്രഹിപ്പാനും ആ വചനം ഭക്ഷിച്ച് വചനത്തിൽ ജീവിപ്പാൻ തക്കവണ്ണം ഇടയായി. പ്രിയമുള്ളവരെ, വിശപ്പ് വരുമ്പോൾ നാം ആഹാരം കഴിക്കുന്നു. ലോകത്തില് നമ്മുടെ മൺകൂടാരത്തിന്റെ പുഷ്ടിക്കാൻ നാം പലവിധ ഭക്ഷണ പോഷകങ്ങൾ നാം കഴിക്കുന്നു. ശരീരമണ്ഡലങ്ങൾ പോഷകം പ്രാപിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ആത്മീയരായിരിക്കുന്ന ദൈവമക്കൾക്ക് പ്രാർത്ഥന വേണം, ആമേ അഭിഷേകം വേണം, ആരാധന വേണം, ആമേ സ്വത്രം കർത്താവിന്റെ സന്നിധിയിൽ ഉപവാസത്തോടും പ്രാർത്ഥന വേണം. കടന്നുപോയി പ്രാർത്ഥിച്ച ദൈവത്തിന്റെ കാത്തിരിപ്പിനാൽ അവന്റെ വരവെങ്കിൽ അവനോട് എടുക്കപ്പെടുവാൻ, ആത്മാവിനെ ചിറകടിച്ച് പറക്കുവാൻ, വേഗവരം എടുക്കപ്പെടുവാൻ നാം ഒരുങ്ങിയിരുന്നാൽ നമുക്കൊരു സന്തോഷമുണ്ട്. പ്രിയമുള്ളവരെ, പാപത്തിന് മഴയിഴുകി ലോകത്തിന് മരിച്ച ആമേ പാതാളത്തിൽ വീണ നശിച്ചു പോകാതെ വണ്ണം രക്ഷപ്രാപിപ്പാൻ ഈ ദേശത്തോടും ആഹ്വാനം പറയുന്നു. പ്രിയമുള്ളവരെ, കെടാത്ത തീയിൽ ചാകാത്ത പുഴുണ്ടെന്ന് വിളിച്ചു പറയുമ്പോൾ എല്ലാവർക്കും വിശ്വസിക്കാൻ കഴിയുകയില്ല. പ്രിയമുള്ളവരെ, തിരുവിളിച്ച് വിളിച്ചു പറയുന്നു, കെടാത്ത തീയിൽ നമ്മെ ഒപ്പിലിട്ട് വെച്ചു വന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ വിളിച്ചു പറയുന്നു. ഇന്നത്തെ ജീവിതത്തിന്റെ മേൽ ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ ഇത് കേൾക്കുമ്പോൾ നിരസിക്കാൻ ഒരെല്ലാ മനുഷ്യർക്കും കഴിയുകയില്ല. കാരണം എന്ത്? അഗ്നി പർവ്വതങ്ങൾ പൊട്ടി ഒഴുകിയപ്പോൾ അതിനൊഴിയ ലാവിൽ നിന്ന് ജീവനുള്ള പ്രാണികളുണ്ടെന്ന് ശാസ്ത്രജ്ഞന്മാർ ലോകത്തിൽ കണ്ടുപിടിച്ച ദൈവം വെറുതെയല്ല എഴുതി വച്ചിരിക്കുന്നത്. ഈ ലോകത്തിലെ മനുഷ്യന് ലോകത്തിലെ ശാസ്ത്രത്തിൽ കൂടെ അനേകരാത്രി ജീവനുള്ള പ്രാണികളുണ്ടെന്ന് അത് വെളിപ്പെടുത്തിയെങ്കിൽ പ്രിയമുള്ളവരെ, നാം വീഴാൻ പോകുന്ന അഗ്നി നരകത്തിൽ വീണ് കരിഞ്ഞു പെരിഞ്ഞിടാതെ നാം നശിച്ചു പോകാതെ രക്ഷപ്രാപിപ്പാൻ നാം ഒരുങ്ങേണ്ടത് ആവശ്യമുണ്ട്. പാട്ടുകാരൻ പാടുന്നു, ആമേൻ, എരിയുന്ന തീയുള്ള നരകമതിൽ വീണു കരിഞ്ഞു പൊരിഞ്ഞിടല്ലേ നരരേ.
എരിയുന്ന തീയുള്ള നരകമതിൽ വീണു കരഞ്ഞു പോരെ നീടല്ലേ നരരെ കരകീടുക ഒരു വഴിയുമില്ല പെരിയ പുഴുക്കളും നിറയുന്നയോ കരകയറ്റിയിടുക ഒരു വഴിയുമില്ല പെരിയ പുഴുക്കളും നിറയുന്നയോ എരിയുന്ന തീയുള്ള നരകമതിൽ വീണോ കരഞ്ഞു പോരെ നീടല്ലേ നരരെ എന്തുകൊണ്ടെന്റെ വെള്ളിത്തട്ടി പോയി കിങ്കരരാരണ്ട് കൊണ്ടുപോയി എന്തുകൊണ്ടെന്റെ വെള്ളിത്തട്ടി പോയി കിങ്കരരാരണ്ട് കൊണ്ടുപോയി എരിയുന്ന തീയുള്ള നരകമതിൽ വീണു കരഞ്ഞു പോരെ നീടല്ലേ നരരെ എരിയുന്ന തീയുള്ള നരകമതിൽ വീണു കരഞ്ഞു പോരെ നീടല്ലേ നരരെ യൂദയാമിടൊന്നും കാണാനില്ല പടുപാത്രത്തിന് വിടന്നു സ്വന്തമായി യൂദയാമിടൊന്നും കാണാനില്ല പടുപാത്രത്തിന് വിടന്നു സ്വന്തമായി അടിയനതിൻ്റെ അടിയിലുണ്ട് അടിയടി പൂക്കടി ഇവിടാധികം മാമേ അടിയനതിൻ്റെ അടിയിലുണ്ട് അടിയടി പൂക്കടി ഇവിടാധികം മാമേ എറിയുന്ന തീയുള്ള നരകമതിൽ വീണു കരഞ്ഞു പോരെ നീടല്ലേ നരരെ എറിയുന്ന തീയുള്ള നരകമതിൽ വീണു കരഞ്ഞു പോരെ നീടല്ലേ നരരെ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവനാമ മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നാം അധമപാതാളത്തിൽ വീണ് നശിച്ചു പോകാതിരിപ്പാൻ യേശുവിൽ ആശ്രയിച്ചാൽ രക്ഷപ്രാപിപ്പാൻ കഴിയും. ഭൂലോകത്തിലെ സകല മാനവരാശികളെയും ന്യായം വിധിക്കുന്ന ഒരു ന്യായകർത്താവുണ്ട്. ഒരു ന്യായം വിധിച്ചാൽ അവൻ്റെ വെള്ള സിംഹാസനത്തെ ഒരുക്കിയിരിക്കുന്നു. അവന്റെ സിംഹാസനത്തിലിരുന്ന് അവൻ ന്യായം വിധിക്കുന്നതിന് മുമ്പ് ഭൂലോകത്തേക്കും സുവിശേഷം എത്തേണ്ടത് ആവശ്യമുണ്ട്. സകല മനുഷ്യരും ക്രിസ്തുവിനെ അറിഞ്ഞിരിക്കണം. ന്യായവിധി ചെല്ലുമ്പോൾ എനിക്ക് നിന്നെ അറിഞ്ഞുകൂടാ എന്നൊരു മനുഷ്യന് പറയുവാൻ കഴിയാതെ വണ്ണം ഭൂലോകത്തിന്റെ അഞ്ചും വൻകരയുടെ നടുവിലും സുവിശേഷത്തിന്റെ താളുകൾ എത്തിപ്പെടുന്നു. കേരളത്തെ നോക്കുമ്പോൾ കുടത്തിലെ വെള്ളം കമത്തി ഒഴിക്കുന്നത് പോലെ സുവിശേഷന്റെ കുത്തൊഴുക്ക് ഒഴുകിക്കൊണ്ടിരുന്നിട്ട് മനുഷ്യനെ ഗണ്യമാക്കുവാൻ, ജീവിതത്തിൽ അനുസരിപ്പാൻ, ഏറ്റെടുപ്പാൻ കഴിയാതെ ക്രിസ്തുയേശുവിന്റെ സുവിശേഷത്തെ പുറങ്കൈയുടെ തട്ടിക്കളഞ്ഞ കടന്നു പോകുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ അന്ത്യനായുടെ നടുവില് ഇതിന് സമാധാനം ദൈവസനെ പറയേണ്ടി വരും. അവൻ ഇന്ന് നിങ്ങൾ കേട്ടില്ല, കണ്ടില്ല, അവൻ അറിഞ്ഞില്ല, ഗ്രഹിച്ചില്ല എന്ന് പറഞ്ഞാൽ അവൻ ഞങ്ങൾ പ്രശമിക്കുന്ന, ഞങ്ങൾ സംസാരിക്കുന്ന ഈ ശബ്ദങ്ങൾ ഞങ്ങളുടെ ഈ ഭൂമിയിലെ പൊടിയിൽ നിന്ന് അത് ദൈവസനെ ന്യായവിധിക്കാൻ എനിക്ക് വരും. ഈ നിൽക്കുന്ന മരങ്ങൾ അവൻ അന്ത്യനാളിൽ അവൻ ന്യായവിധിക്കാൻ ആവശ്യമെന്ന ദൈവം വിളിച്ചാൽ ഈ നിൽക്കുന്ന മരങ്ങൾ അന്ന് വന്ന് നിങ്ങൾക്കെതിരായി സാക്ഷ്യം പറയുന്ന ഒരു ദിവസമുണ്ടാകും. നമ്മളെ ചിന്തിക്കാം, ഇത് നശിച്ചു പോകും, അവൻ അതുവരെ നിൽക്കുമോ എന്ന് ചോദിക്കും. അത് ബന്ധറിഞ്ഞ ചാരമായി എവിടെയിട്ടാൽ ആ ചാരത്തിൽ നിന്ന് ദൈവത്തിന്റെ ജീവശക്തം പുറപ്പെട്ട ഇന്ന ദിവസം ഇത്ര മണിക്ക് ഇന്ന ദേശത്ത് ഇന്ന വ്യക്തികൾ കടന്നു വന്ന് സുവിശേഷം പറഞ്ഞു എന്ന് അവർ വ്യക്തമായി ദൈവസനയിലെ നമ്മളെ കുറ്റം പറയുവാനിടയാകും. ഇന്നവർ പ്രതികരിക്കുന്നില്ല, നമ്മളോടൊന്നും സംസാരിക്കുന്നില്ല, അവരൊന്നും ഉണ്ടെന്നില്ല. ഇതൊക്കെ നമ്മുടെ ജീവിതത്തില് ന്യായവിധിക്കാൻ എതിരായി വരാതിരിക്കാൻ ഇന്ന് വൽക്കാലം ഞങ്ങൾ അറിയിക്കുന്ന സുവിശേഷം ഈ ദേശങ്ങളുടെ ജീവിതങ്ങൾക്ക് സമാധാനത്തിന് രക്ഷയ്ക്കും കാരണമാക്കി തീരേണ്ടതിന് താങ്കളുടെ ഹൃദയത്തെ ക്രിസ്തുയേശുവിൽ സമർപ്പിച്ച ദൈവത്തിനാൽ ഒരുങ്ങിയ നിത്യമായ ഭവനം, ക്രിസ്തു ഒരുക്കുന്ന ഭവനത്തിലേക്ക് എന്നേക്കും ജീവിക്കാൻ കഴിയും. സമാധാനമുള്ളൊരു പാർപ്പിടം, വിശപ്പില്ലാത്ത, രോഗമില്ലാത്ത, കഷ്ടതയില്ലാത്ത,
പട്ടിണിയില്ലാത്ത, സൂര്യന്റെയും ചന്ദ്രന്റെയും പ്രകാശം ആവശ്യമില്ലാത്ത, രാത്രിയും പകലുമില്ലാത്ത, എന്നേക്കും കുഞ്ഞാടിന്റെ പ്രകാശമായി വെളിച്ചത്തിൽ നിന്നുകൊണ്ട് രാപ്പകൽ വിശ്രമം കൂടാതെ സ്തുതിക്കുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവം നമുക്ക് ഒരു പ്രാർത്ഥന ഒരുക്കിയിരിക്കുന്നു. ഈ ലോകത്തിന്റെ ധനങ്ങളും മോഹങ്ങളും പൊന്നുകളും ഈ ലോകത്തിന്റെ തിരിയിൽ വെന്തഴിഞ്ഞ് അത് നശിച്ചു പോകുമ്പോൾ ക്രിസ്തുയേശു അവൻ ആശ്രയിക്കുന്ന മക്കൾക്ക് പണിയുന്നതായ ഒരു ഗോപുരത്തെ പണിയുന്നു. അവൻ 12 തരം രത്നങ്ങൾ കൊണ്ട് അവൻ പണിയപ്പെടുന്ന ഗോപുരം, അതിന്റെ പണികൾ തീരുവാൻ സമയമായി സമയമായി സമയമായി. ദേശമേ, ദേശവാസികളെ, മാതാവേ, പിതാവേ, സഹോദര സഹോദരി, ആമേ, ബാല്യ കുഞ്ഞുങ്ങളെ, ഉണരുക ഉണരുക. സമാധാനത്തിന്റെ പ്രിയനായ ക്രിസ്തുവിനോട് ചേരുവാൻ ഉണരുക. നിന്റെ ജീവിതത്തെ ക്രിസ്തുവിന്റെ കരയിൽ കൊടുക്കുക. നിന്റെ ഹൃദയം കർത്താവ് ചോദിക്കുന്നു, മകനെ മകളെ, നിന്റെ ഹൃദയം എനിക്കിട്ട. അതേ പ്രിയമുള്ളവരെ, അഖിലാണ്ടത്തെ സൃഷ്ടിച്ച ദൈവം അവന്റെ കൈകൊണ്ട് മനുഷ്യനെ ദൈവത്തിന്റെ രൂപത്തിൽ ഭൂമിയിലെ പൊടി കൊണ്ട് അവൻ സൃഷ്ടിച്ചിട്ട് ദൈവത്തിന്റെ ജീവശ്വാസം അവന്റെ മൂക്കിലേക്ക് ഊതി അവൻ ജീവനുള്ള തേടിയായി തീർന്നു. ആ മനുഷ്യനെ പാപത്തിന്റെ അടിമത്തിൽ നിന്ന് ഏതൊന്ന് പുറത്താക്കിയ ആ മനുഷ്യനെ പിന്നെയും ദൈവത്തിന്റെ ഘടനയാൽ നിത്യജീവന്റെ സ്വർഗത്തിൽ കയറ്റുവാൻ അതേ ക്രിസ്തുയേശു മാനവരാശിയുടെ രക്ഷയ്ക്കാൻ അതേ കാൽവരിൽ ക്രൂശിൽ നമുക്ക് ആ ഒരു യാഗമായി, യാഗത്തിൽ കൂടെ അല്ലാതെ ഒരു മനുഷ്യന് രക്ഷയില്ല. അതേ ക്രിസ്തുയേശു ഒരിക്കലാൽ നമുക്ക് തന്ന ജീവന്റെ ബല, ക്രൂശിൽ ഒഴുകുന്ന രക്തം ഇന്നും നമ്മുടെ പാപത്തെ കഴുകുവാൻ ഏറ്റുപറയുന്നവന്, അവന്റെ അടുക്കൽ ചെല്ലുന്നവന് അവന്റെ പാപത്തെ കഴുകി അവൻ ശുദ്ധീകരിച്ച് അവനോട് ചേർക്കുവാൻ ആ ക്രൂശിലെ രക്തം ഈ പൽക്കാലം കാൽവരിയിലെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, രക്തരാവിപ്പാൻ മനസ്സുണ്ടോ? ഈ ക്രിസ്തുവിനെ ചേരുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ലോകത്തിന്റെ മായയിൽ നിന്ന് നിന്നെ അടക്കി പിടിക്കുന്ന, കുടുംബങ്ങളെ ഭരിക്കുന്ന, ജീവിതങ്ങളെ മുടിക്കുന്ന, തലമുറയെ പാപത്തിലേക്ക് വലിച്ചടയ്ക്കുന്ന, അവിടെ ഭാവികളെ തകർക്കുന്ന, കുഞ്ഞുങ്ങളുടെ രോഗങ്ങൾ ബന്ധിക്കുന്ന ദുഃഖനമായ ശത്രുവിന്റെ മണ്ഡലത്തിൽ നിന്ന് അവന്റെ കരത്തിൽ നിന്ന് വിടുവിക്കുവാൻ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഉണരുക ഉണരുക പ്രിയമുള്ളവരെ, ഞങ്ങൾ അറിയിക്കുന്ന സ്നേഹം ക്രിസ്തുവിന്റെ സ്നേഹമത്രേ. അവൻ നിങ്ങൾക്കൊരു ജീവൻ കാംക്ഷിച്ചു വച്ചുകൊണ്ട് കാത്തിരിക്കുന്നു. എന്റെ മകൻ, എന്റെ മകൾ എന്റെ അടുക്കൽ കടന്നു വരും, ഇന്നല്ല നാളെ അവൻ കടന്നു വരുമെന്ന് അവൻ ആഗ്രഹിച്ചുകൊണ്ട് അവൻ സ്തോത്രം കാത്തിരിക്കുന്നു. അവൻ ദൈവസന്നെ കടന്നു വരുന്നത് അവൻ വീണ്ടും ദൈവത്തിന്റെ വഴി വിട്ട് പാപത്തിനെ തേടുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മെ സൃഷ്ടിച്ച ദൈവം അവൻ രഹസ്യത്തിൽ നമ്മളെ ഓർത്ത് കരയുന്നു. അവന്റെ പാപത്തെ ഓർത്ത് ക്രിസ്തു കരയുന്നു. പ്രിയമുള്ളവരെ, നാം അവനെ ക്രൂശിക്കാനല്ല, ഒരിക്കൽ അവനെ നാം ക്രൂശിച്ചു. മാനവരാശികൾ അവനെ യഹൂദന്മാർ ക്രൂശിച്ചു കൊന്നു. ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അവനെ ക്രിസ്തുവിന് അടിപ്പേക്ഷിച്ച് അത് മാനവരാശിയുടെ പാപത്തിന് വേണ്ടി അവൻ ഏറ്റെടുക്കാനിടയായി. പ്രിയമുള്ളവരെ, യേശു വിളിച്ചു പറഞ്ഞ യഹൂദന്മാരുടെ പാപത്തെയും അവർ ചെയ്തതായ അവനെ ദൈവമില്ലാത്ത പ്രവൃത്തികളെയും ക്രിസ്തു യേശു അവരുടെ മുഖത്ത് നോക്കി വിളിച്ചു പറഞ്ഞപ്പോൾ അതവർക്ക് ആശയമായി തീർന്നത് കൊണ്ട് ഉന്നതന്മാരായിരുന്നവർ ക്രിസ്തുവിനെ പീലാത്തോസിന്റെ കൽത്തലത്തിൽ അരമേലിൽ ന്യായം വിധിക്കാൻ കൊണ്ടുപോയി. പ്രിയമുള്ളവരെ, 5 കോടതി 6 പ്രാവശ്യം അവനെ ക്രിസ്തുവിന് ന്യായം വിധിച്ചിട്ട് അവിടെ ന്യായത്തിന് ഒരു തെളിവുണ്ടാക്കാൻ കഴിഞ്ഞില്ല. പ്രിയമുള്ളവരെ, ക്രിസ്തു വന്നത് ഇതിനായിട്ട് തന്നെയാണ്. അവൻ മരണം ആശ്വസിപ്പാൻ, മാനവരാശിയെ വീണ്ടെടുപ്പാൻ അവൻ വന്ന് അതിനെ തിരുവെടുത്ത് നമ്മെ വെളിപ്പെടുത്തുന്നു. ഇന്ന് വൽക്കാലം സമാധാനത്തിന്റെ പ്രിയനായ യേശുവിനോട് ചേരുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഈ നശിച്ചു കൊണ്ടിരിക്കുന്ന ലോകം, ഈ ലോകം തകരും, ഇത് നിലനിൽക്കുകയില്ല. ഈ ലോകം നിലനിൽക്കുന്നൊരു നഗരം നമുക്കിവിടെയില്ല. ഉയരത്തിലെ പട്ടണം ക്രിസ്തുയേശു പകരുന്നു. എന്നേക്കും ആശ്വസിപ്പിക്കുന്ന സീയോൻ പർവ്വതത്തിൽ നിന്ന് അവൻ നമ്മെ വാടി വിളിക്കുന്നു. സീയോന്റെ സഞ്ചാരികളാൽ അവന്റെ അടുക്കൽ കടന്നു വന്നവരുടെ അവൻ സീയോന്റെ ഭവനത്തിലേക്ക് കൂട്ടിച്ചേർക്കുന്നു. ഇന്ന് വൽക്കാലം ഈ ദേശവാസികളോട് ഞങ്ങൾ ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയിച്ചത്, ഈ ന്യായവിധിയെ കുറിച്ച് വിളിച്ചറിയിച്ചത്, ദൈവത്തിന് കടന്നു വരുവാൻ മനസ്സുണ്ടോ? ഞങ്ങൾ ദൈവത്തോന്റെ ആത്മാവിനാൽ ഞങ്ങൾ വിളിച്ചു ചോദിക്കുന്നത്, നിങ്ങളുടെ രക്ഷയ്ക്കായി കത്തരേ നിങ്ങൾക്ക് അടുത്ത് വരുവാൻ മനസ്സുണ്ടോ?
മനസ്സുണ്ടോ എന്ന് കർത്താവ് ചോദിക്കുന്നത് നമ്മുടെ പണമോ, നമ്മുടെ സൗന്ദര്യമോ, നമ്മുടെ ആരോഗ്യമോ, നമ്മുടെ സമ്പത്തോ ചോദിക്കുന്നില്ല. അവൻ ചോദിക്കുന്നു, മകനെ നിന്റെ ഹൃദയം എനിക്കിതാ. സൃഷ്ടിതാവായ ദൈവം നമ്മോട് ചോദിക്കുന്നത്, നിന്റെ ഹൃദയം എനിക്കിതാ, ഞാൻ അതിൽ വസിക്കട്ടെ. അവൻ അതിൽ വസിച്ചു കഴിഞ്ഞാൽ ഈ മനുഷ്യന്റെ ഉള്ളിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിശാചിന്റെ മണ്ഡലത്തിന് അവിടെ നിൽക്കാൻ കഴിയുകയില്ല. ഇതിനും വെളിച്ചത്തിനും തമ്മിൽ യോജിക്കാൻ കഴിയുകയില്ല. വെളിച്ചം വരുന്നു, ഇതിന് മാറിപ്പോകുന്നു. അവൻ വെളിച്ചത്തെ വിട്ടാൽ അവൻ അകന്ന് ഓടിപ്പോകുന്നു. ക്രിസ്തുയേശു ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ വന്നാൽ അവന് സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, അവൻ ആനന്ദമുണ്ട്. അവൻ തൊടുന്നതൊക്കെ അനുഗ്രഹമായി തീരും. അവന് ദൈവത്തെ സ്തുതിക്കാതെ അവൻ അടങ്ങിയിരിക്കാൻ കഴിയുകയില്ല. അവന് രാപ്പകൽ വിശ്രമം കൂടാതെ ഈ ദൈവത്തെ ആരാധിക്കാൻ അവന്റെ ഉള്ളത്തിന് ദൈവാത്മാവ് വെളിപ്പെട്ടുകൊണ്ടേയിരിക്കാം. ആനന്ദത്തിന്റെ തൈലം അവന്റെ മേൽ അഭിഷേകം ചെയ്തതുകൊണ്ട് അവൻ അടങ്ങിയിരിക്കാൻ കഴിയില്ല. പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇന്ന് ഞായറാഴ്ച ഞങ്ങൾക്ക്